ഈ എപ്പിസോഡിൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ ലാഭം കൊടുത്ത 10 പൊതുമേഖലാ സ്ഥാപനങ്ങൾ അഥവാ PSU ഓഹരികൾ ഏതെല്ലാമാണെന്നും പൊതുമേഖലാ ഓഹരികളിലെ ഈ വർധനവിന്റെ കാരണവും പരിശോധിക്കാം. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു തരത്തിലുമുള്ള രാഷ്ട്രീയ വിലയിരുത്തലുകളോ കാഴ്ചപ്പാടുകളോ ആയി കണക്കാക്കാതിരിക്കുക. ഓഹരി വിപണിക്ക് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടികളോടും ചായ്വോ അനുഭാവമോ ഇല്ല. മറിച്ച് സുസ്ഥിരമായ ഭരണവും നിക്ഷേപ സൗഹൃദമായ മികച്ച തീരുമാനങ്ങൾ എടുക്കാനുള്ള നേതൃത്വത്തെയും നിക്ഷേപകർ സ്വാഗതം ചെയ്യുന്നു എന്നതാണ് വസ്തുത. കഴിഞ്ഞ ഒരു വർഷമായി പൊതുമേഖലയിലെ പല ഓഹരികളും അവിശ്വസനീയമായ ലാഭമാണ് നേടിത്തന്നത്. വാല്യൂ റിസർച്ചിന്റെ കണക്ക് പ്രകാരം ഒരു വർഷത്തിനുള്ളിൽ 14 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മൂല്യം 200% ഉയർന്നു. ഇവയിൽ 40 എണ്ണം കുറഞ്ഞത് 100% വർധനയോടെ മൾട്ടിബാഗറുകളായി മാറി. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ ഉയർന്ന ശ്രദ്ധയാണ് ഈ വർധനവിന് പിന്നിലെ പ്രധാന കാരണം. ഈ കമ്പനികൾക്ക് ധാരാളമായി ഓർഡറുകൾ ലഭിക്കുന്നതും ഇവയുടെ ബിസിനസ് വർദ്ധിക്കുന്നതും തൽഫലമായി മികച്ച സാമ്പത്തിക ഫലങ്ങൾ കമ്പനികൾ സൃഷ്ടിക്കുന്നതും ഒരു കാലത്ത് ആർക്കും വേണ്ടാതിരുന്ന പൊതുമേഖലാ കമ്പനികളിലേക്ക് നിക്ഷേപകരുടെ ശ്രദ്ധ ആകർഷിക്കാൻ കാരണമായി. ഒരു വർഷത്തിനുള്ളിൽ 300% വരെ ഉയർന്ന ഇന്ത്യൻ പൊതുമേഖലാ സ്റ്റോക്കുകളിൽ അടുത്തിടെയുണ്ടായ ഗണ്യമായ വർധനവ് സർക്കാർ നേതൃത്വത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ നിക്ഷേപങ്ങളിലെ കുതിച്ചുചാട്ടമാണ്. ഇത് PSUയിൽ പെടുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും ആവശ്യം വർദ്ധിപ്പിക്കുന്നു. കൂടാതെ രാഷ്ട്രീയ സുസ്ഥിരതയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ, പ്രത്യേകിച്ച് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ നിലവിലെ സർക്കാരിന് തന്നെ വിജയസാധ്യതയുണ്ടെന്ന കണക്കുകൂട്ടലുകളും ബിസിനസ് അനുകൂല നയങ്ങളിൽ നിക്ഷേപകരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ശുഭാപ്തി വിശ്വാസവും നിക്ഷേപവും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പൊതുമേഖലാ ഓഹരി വിലകൾ ഇപ്പോൾ കുതിച്ചുയരുകയാണ്. ഇനി ഈ കുതിപ്പിൽ പുതിയ നിക്ഷേപകർ സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. 4ാം പാദത്തിലെ പ്രകടനത്തെ ആശ്രയിച്ച് ഹ്രസ്വകാലത്തേക്ക് പൊതുമേഖലയിലെ സെലക്റ്റീവ് ആയിട്ടുള്ള ഓഹരികളിൽ ചെറിയ ഒരു തിരുത്തലിന് സാധ്യതയുള്ളതായി പല അനലിസ്റ്റുകളും പ്രവചിക്കുന്നു. എന്നിരുന്നാലും നടന്നുകൊണ്ടിരിക്കുന്ന പല മൂലധന ചെലവ് പദ്ധതികളും ഉറച്ച വളർച്ചാ തന്ത്രങ്ങളും ഓർഡറുകളുടെ സ്ഥിരമായ വരവും സുസ്ഥിരമായ ഒരു ഗവൺമെന്റിന്റെ പ്രതീക്ഷയും കാരണം തിരഞ്ഞെടുപ്പിന് ശേഷവും PSU ഓഹരികളിലെ റാലി നിലനിൽക്കുമെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു. എപ്പോഴും കുറഞ്ഞത് 5 വർഷത്തെയെങ്കിലും ലാഭനഷ്ട കണക്കുകളും മറ്റും വിലയിരുത്തി മികച്ച കമ്പനികൾ മാത്രം തിരഞ്ഞെടുത്ത് നിക്ഷേപിക്കുക എന്നതാണ് ആദ്യം ഓർക്കേണ്ടത്. ഇനി കഴിഞ്ഞ ഒരു വർഷം മികച്ച ലാഭം കൊടുത്ത 10 പൊതുമേഖലാ സ്റ്റോക്കുകളെ കുറിച്ചും ഓരോ സ്റ്റോക്കിലും 1 ലക്ഷം രൂപയുടെ നിക്ഷേപം ഒരു വർഷം കൊണ്ട് എത്രയായി കാണുമെന്നും നോക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഒരു തരത്തിലുമുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷനുകളുമല്ല, നിങ്ങളുടെ അറിവിലേക്കായി മാത്രമാണ് കാണിക്കുന്നത്. കാരണം കഴിഞ്ഞ ഒരു വർഷത്തിൽ മികച്ച റിട്ടേൺ നൽകിയെന്ന ഒറ്റ കാരണം കൊണ്ട് ആ കമ്പനി നിക്ഷേപത്തിന് അനുയോജ്യമാണ് എന്ന് കരുതാതിരിക്കുക. ഈ പട്ടികയിൽ ഒന്നാമതായി വെള്ളിയാഴ്ച സർവകാല റെക്കോർഡിലെത്തിയ കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. കഴിഞ്ഞ ഒരു വർഷത്തിൽ ഈ ഓഹരി 708.77% റിട്ടേൺ ആണ് കൊടുത്തിരിക്കുന്നത്. കപ്പലുകളുടെ നിർമ്മാണത്തിലും അറ്റകുറ്റപ്പണികളിലും മറ്റും ഏർപ്പെട്ടിരിക്കുന്ന ഈ ലാർജ് ക്യാപ് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം 50,315 കോടി രൂപയാണ്. ഒരു വർഷം മുൻപ് ഈ സ്റ്റോക്കിൽ 1 ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ വാല്യൂ അനുസരിച്ച് 8,80,700 രൂപയായി കാണും. അടുത്തത് IRFC ആണ്. ഏകദേശം 52 ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ ട്രേഡ് ചെയ്യുന്ന ഈ ഓഹരി ഒരു വർഷത്തിനുള്ളിൽ 475% റിട്ടേൺ നൽകി. ഇന്ത്യൻ റെയിൽവേക്ക് വാണിജ്യ ധനസഹായം നൽകുന്ന കമ്പനിയുടെ വിപണി മൂല്യം 2,40,460 കോടി രൂപയാണ്. ഒരു വർഷം മുൻപ് ഈ സ്റ്റോക്കിൽ 1 ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നത് ഇന്നത്തെ കണക്കനുസരിച്ച് ഏകദേശം 5,70,75,000 രൂപയായി ഉയർന്നു. മികച്ച ലാഭം കൊടുത്ത മൂന്നാമത്തെ സ്റ്റോക്ക് ഹഡ്കോ ആണ്. കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളിലെ ഭവന നിർമ്മാണ ധനസഹായ കരാറുകൾ ലഭിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ ഈ കമ്പനിയുടെ ഓഹരി ഒരു വർഷത്തിൽ 355.46% റിട്ടേൺ നേടി. 51,789 കോടി രൂപയാണ് കമ്പനിയുടെ വിപണി മൂല്യം. 1 ലക്ഷം രൂപയുടെ ഒറ്റത്തവണ നിക്ഷേപം ഒരു വർഷത്തിനുള്ളിൽ ഏകദേശം 4,50,000 രൂപയായി മാറി. ഈ പട്ടികയിലെ അടുത്ത ഓഹരി മാസഗോൺ ഡോക്ക് ആണ്. കപ്പൽ നിർമ്മാതാക്കളായ മാസഗോൺ ഡോക്കിന്റെ ഓഹരിയും
വെള്ളിയാഴ്ച എക്കാലത്തെയും ഉയർന്ന നിലയിലെത്തി. ഒരു വർഷത്തിനുള്ളിൽ ഈ സ്റ്റോക്ക് 321.3% ഉയർന്നത്. ഈ ലാർജ് ക്യാപ് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം 64,077 കോടിയാണ്. സ്റ്റോക്കിലെ 1 ലക്ഷം രൂപയുടെ നിക്ഷേപം ഇന്നത്തെ തീയതിയിൽ ഏകദേശം 4,21,000 രൂപയായി മാറി. അഞ്ചാമതായി വരുന്നത് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ ലിമിറ്റഡ് അഥവാ REC ആണ്. കേന്ദ്ര സംസ്ഥാന മേഖലയിലെ പവർ യൂട്ടിലിറ്റികൾക്ക് വായ്പ നൽകുന്ന പൊതുമേഖലാ സ്ഥാപനമായ ഈ ഓഹരി 316.58% റിട്ടേൺ ആണ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തിരിക്കുന്നത്. നവരത്ന കാറ്റഗറിയിൽപ്പെട്ട ഈ ഓഹരിയുടെ നിലവിലെ വിപണി മൂല്യം 1,45,893 കോടിയാണ്. ഒരു വർഷം മുൻപ് ഈ ഓഹരിയിൽ 1 ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ മൂല്യം അനുസരിച്ച് ഏകദേശം 4,16,500 രൂപയായി കാണും. അടുത്തതായി വരുന്നത് SJVN ആണ്. ജലവൈദ്യുതി ഉൽപാദനത്തിലും പ്രസരണത്തിലും പ്രവർത്തിക്കുന്ന ഈ പൊതുമേഖലാ സ്ഥാപനം ഒരു വർഷത്തിൽ 306.31% ലാഭമാണ് കൊടുത്തത്. ഈ ലാർജ് ക്യാപ് കമ്പനിയുടെ വിപണി മൂല്യം 56,923 കോടി രൂപയാണ്. ഒരു വർഷം മുൻപ് ഈ ഓഹരിയിൽ 1 ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ കണക്കനുസരിച്ച് ഏകദേശം 4,06,300 രൂപയായി കാണും. ഏഴാമതായി വരുന്നത് ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് അഥവാ BHEL ആണ്. 4ാം പാദ ഫലത്തിന് ശേഷം ഈ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ സ്റ്റോക്ക് ഒരു ദിവസം ഇടിഞ്ഞിരുന്നെങ്കിലും പിന്നീട് തിരിച്ചു കയറുന്നതാണ് കണ്ടത്. കഴിഞ്ഞ ഒരു വർഷത്തിൽ 273.2% റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് കൊടുത്തത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് മാനുഫാക്ചറിംഗ് കമ്പനികളിൽ ഒന്നെന്ന് അവകാശപ്പെടുന്ന ഈ കമ്പനിയുടെ വിപണി മൂല്യം 1,06,429 കോടി രൂപയാണ്. BHEL സ്റ്റോക്കിൽ 1 ലക്ഷം രൂപ നിക്ഷേപമുള്ള ഒരു നിക്ഷേപകന് ആകെ 3,73,200 രൂപയാവും ഒരു വർഷത്തിൽ ഇന്നത്തെ കണക്കനുസരിച്ച് ലഭിക്കുക. എട്ടാമതായി വരുന്നത് ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ് ആണ്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ മൈൻ മന്ത്രാലയത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ് ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ്. കഴിഞ്ഞ ഒരു വർഷത്തിൽ ഈ ഓഹരി 261.3% റിട്ടേൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം 35,934 കോടിയാണ്. ഒരു വർഷം മുൻപ് ഈ ഓഹരിയിൽ 1 ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ വാല്യൂ അനുസരിച്ച് ഏകദേശം 3,61,300 രൂപയായി കാണും. അടുത്ത ഓഹരി നമ്മൾ മുൻപ് 500 രൂപയിൽ താഴെയുള്ള മികച്ച ഓഹരികളിൽ ഉൾപ്പെടുത്തിയിരുന്ന പവർ ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് അഥവാ PFC ആണ്. ഇന്ത്യൻ ഊർജ മേഖലയുടെ സാമ്പത്തിക നട്ടെല്ലായി അറിയപ്പെടുന്ന ഈ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഓഹരി കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ 260.24% ലാഭമാണ് കൊടുത്തിരിക്കുന്നത്. 1,62,249 കോടി രൂപയാണ് ഇന്നത്തെ കമ്പനിയുടെ വിപണി മൂല്യം. ഒരു വർഷം മുൻപ് 1 ലക്ഷം രൂപ PFC ഓഹരികളിൽ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ വാല്യൂ അനുസരിച്ച് ഏകദേശം 3,60,200 രൂപയായി കാണും. മൾട്ടി ബാഗറുകളുടെ ഗണത്തിൽപ്പെടുന്ന അവസാനമായി വരുന്ന ഓഹരി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അഥവാ HAL തന്നെയാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന ഈ ഓഹരി കഴിഞ്ഞ ഒരു വർഷത്തിൽ 242.76% ലാഭമാണ് കൊടുത്തിരിക്കുന്നത്. പൊതുമേഖലയിലെ ലാർജ് ക്യാപ് കമ്പനിയായ ഈ ഓഹരിയുടെ വിപണി മൂല്യം 3,45,532 കോടി രൂപയാണ്. ഒരു വർഷം മുൻപ് ഈ സ്റ്റോക്കിൽ 1 ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ വാല്യൂ അനുസരിച്ച് ഏകദേശം 3,42,700 രൂപയായി കാണും. ഈ 10 സ്റ്റോക്കുകൾ കൂടാതെ ഇർകോൺ, RVNL, MRPL, NBCC, BDL തുടങ്ങി പല പൊതുമേഖലാ കമ്പനികളും 200% കൂടുതൽ റിട്ടേൺ ആണ് കഴിഞ്ഞ ഒരു വർഷത്തിൽ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ദീർഘകാലത്തേക്ക് ഇതിലെ പല ഓഹരികളിലെയും നിക്ഷേപം എത്ര കണ്ട് ഫലപ്രദമാണ്, ലിസ്റ്റ് ചെയ്ത അന്ന് മുതൽ കൊടുത്തിരിക്കുന്ന റിട്ടേണുകൾ തുടങ്ങിയ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പരിശോധിക്കാം. കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.